ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഭഗവത്ഗീതയും ഉപനിഷത്ത് വചനങ്ങളും ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷം ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. 3 സെഷനുകളായി നടന്ന ചർച്ചയിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ 18-അംഗ സമിതിയെ നിയോഗിക്കാൻ തീരുമാനമായി. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് എണ്ണി മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി യുവതീ പ്രവേശന വിവാദത്തിൽ മൗനം പാലിച്ചു. അയ്യപ്പ സംഗമത്തിനെതിരെ കോടതിയിൽ പോയവർക്കും വിമർശനം. ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ അയ്യപ്പ സംഗമം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല. വർഷങ്ങൾ നീണ്ട ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് എത്തിയത്. ശബരി റെയിലും റോപ്പ് വേയും വിമാനത്താവളവും യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി. ശബരി റെയിൽപാത, റോപ്പ് വേ, വിമാനത്താവളം ഇതെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത്. ചർച്ചയിൽ ഉയർന്ന ആവശ്യങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് മന്ത്രി PK ശേഖർ ബാബു പറഞ്ഞു. 3 സെഷനുകളിലായി നടന്ന ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ 18-അംഗ സമിതിയെ ശുപാർശ ചെയ്യുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ അറിയിച്ചു. സംഗമത്തിൽ 2000-ലധികം പ്രതിനിധികൾ പങ്കെടുത്തുവെന്നാണ് കണക്ക്. 24 പമ്പ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.